നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂസിക് ഓഫ് കേരളയാണ്. അപ്പോൾ എവറിഡേ ലൈഫ് എടുത്താലും കൾച്ചർ എടുത്താലും മലയാളം ലാംഗ്വേജ് എടുത്താലും മ്യൂസിക്കിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ ഡീപ്പാണ്. വൈഡ് റേഞ്ച് ഓഫ് സ്റ്റൈൽസ് നമ്മുടെ കേരള മ്യൂസിക്കിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഫോക്ക് സോങ്സ്, ടെമ്പിൾ സോങ്സ്, ക്ലാസിക്കൽ കർണാട്ടിക് ട്രഡീഷൻസ്, മോഡേൺ പോപ്പുലർ ഫോംസ്, ഇതെല്ലാം നമ്മുടെ മലയാളം അല്ലെങ്കിൽ കേരള മ്യൂസിക്കിൽ ഇൻക്ലൂഡ് ആയി വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ടെമ്പിൾ ആൻഡ് റിച്വൽ മ്യൂസിക് ആണ്. നമ്മൾ നേരത്തെ ആർട്ട് ഫോംസ് പഠിച്ചപ്പോൾ തന്നെ കണ്ടിട്ടുണ്ട് മ്യൂസിക്കിന്റെ ഇമ്പോർട്ടൻസ്. പെർക്കഷൻസ് ആയാലും ഡ്രംസിന്റെ അസംബിൾ ആയാലും എല്ലാം നമ്മുടെ ഫെസ്റ്റിവൽസിനും സെറമണീസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് പഞ്ചവാദ്യം, പഞ്ചാരിമേളം, ചെണ്ട, ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ്, ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ് ടെമ്പിൾ ഫെസ്റ്റിവൽസിലൊക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളയുടെ ലോക്കൽ ക്ലാസിക്കൽ സ്റ്റൈലായിട്ടുള്ള സോപാന സംഗീതം വളരെ ഫേമസ് ആണ്. മ്യൂസിക് ഓഫ് സ്റ്റെപ്സ് എന്നാണ് മീനിങ് വരിക. ഇത് കഥകളിയിലും മറ്റ് ടെമ്പിൾ റിച്വൽസിലൊക്കെ ഇത് പെർഫോം ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ റോയൽ പാട്രണേജ് ഉള്ളതുകൊണ്ട് കർണാട്ടിക് ട്രഡീഷനും നമ്മുടെ കേരളത്തിൽ ഫ്ലറിഷ് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് ഗ്രേറ്റ് കമ്പോസേഴ്സും മ്യൂസീഷ്യൻസും സിംഗേഴ്സും ഒക്കെ കർണാട്ടിക് ട്രഡീഷൻ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോക്ക് സോങ്സ് ആണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫ്, ഡെയിലി ലേബർ, റിച്വൽ, ഫെസ്റ്റിവൽ, ലോക്കൽ എൻവയോൺമെന്റ്, ഇതിലെല്ലാം വളരെ ഡീപ്ലി റൂട്ടഡ് ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സോങ് ആണ് ഫോക്ക് സോങ്സ് എന്ന് പറയുന്നത്. അത് വർക്ക് ആയാലും റിച്വൽസ് ആയാലും ഫെസ്റ്റിവൽസിലായാലും സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ ബാലറ്റ്സിലായാലും സെലിബ്രേഷൻസിലായാലും ഇത് ഫോക്ക് സോങ്സ് നമുക്ക് കാണാം. ഇതിന് ഇൻഫ്ലുവൻസ് റീജിയണലി വേരി ചെയ്യും. നോർത്തേൺ മലബാർ, സെൻട്രൽ കേരള, കോസ്റ്റൽ, ഇങ്ങനെ കുറച്ച് ടൈപ്സ് ഓഫ് ഫോക്ക് സോങ്സ് ഉണ്ട്. അതുപോലെ റിലീജിയൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഫോക്ക് സോങ്സ് ഉണ്ട്. ആൻഡ് ഈ ഫോക്ക് സോങ്സിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ചെണ്ട, മദ്ദളം, ഇലത്താളം, അതുപോലെ തന്നെ വിൻഡ് ഇൻസ്ട്രുമെന്റ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഫോക്ക് സോങ്സിൽ യൂസ് ചെയ്യുന്നത്. ഫോക്ക് സോങ്ങിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ടാണ്. മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ മലബാർ റീജിയനിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു ട്രഡീഷണൽ ഫോക്ക് സോങ് ആണ് മാപ്പിളപ്പാട്ട്. ആൻഡ് ഇത് ലിംഗ്വിസ്റ്റിക്കലിയും അതിൻ്റെ സ്റ്റൈലിലും നോക്കുകയാണെങ്കിൽ അറബിക്, പേർഷ്യൻ, ഉറുദു വേർഡ്സ് മലയാളമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് നമുക്ക് ഈ മാപ്പിളപ്പാട്ടിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇതിലെ തീംസ് എന്ന് പറയുന്നത് ഡിവോഷൻ, ലവ്, പ്രൊട്ടസ്റ്റ്, ഹീറോയിക് ടീൽസ്, എവറിഡേ ലൈഫ്, ഇതെല്ലാം നമുക്ക് മാപ്പിളപ്പാട്ടിൽ കാണാം. ഇതെല്ലാം പെർഫോം ചെയ്യുന്നത് സെറമണീസ്, മാരേജ്, റിച്വൽ ഫംഗ്ഷൻസ്, മ്യൂസിക്കൽ പെർഫോമൻസ്, ഇതെല്ലാം നമുക്കിത് പെർഫോം ചെയ്ത് കാണാറുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കളംപാട്ട് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ഒരു റിച്വൽ സോങ് ആണ്, ഡിവോഷണൽ ഓർ റിച്വൽ സോങ് ആണ്. കളമെഴുത്ത് എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിന്റെ പാർട്ടായിട്ടാണ് ഈ കളംപാട്ട് വരുന്നത്. ആൻഡ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് സർപ്പൻ ഡൈറ്റീസിനും അല്ലെങ്കിൽ മറ്റ് ഫോക്ക് ഡൈറ്റീസിനും വേണ്ടിയാണ്. ആൻഡ് ഇത് അവിടെയുള്ള ഡൈറ്റീസിനെ പ്രേസ് ചെയ്ത് പാടുന്ന സോങ്സ് ആണ്. ആൻഡ് ഇതിൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ചെണ്ടയും ഇലത്താളവുമാണ്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സർപ്പം പാട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിച്വൽ അല്ലെങ്കിൽ ഡിവോഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോക്ക് സോങ് ആണ് സർപ്പം പാട്ട്. സർപ്പൻ വർഷിപ്പ് അല്ലെങ്കിൽ നാഗ വർഷിപ്പിന് യൂസ് ചെയ്യുന്ന ഒരു ഫോക്ക് സോങ് ആണ്. അപ്പോൾ ഇത് കാവുകളിലായിരിക്കും മെയിൻലി പെർഫോം ചെയ്യുന്നത്. ആൻഡ് ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് സർപ്പൻ ഡൈറ്റീസിനാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിൽപ്പാട്ടാണ്. വിൽപ്പാട്ട് നറേറ്റീവ് സോങ്സ് ആണ്. അതിൽ സ്റ്റോറീസ് സിംഗിങ്ങിലൂടെ പ്രസന്റ് ചെയ്യുന്നതാണ് വിൽപ്പാട്ട് എന്ന് പറയുന്നത്. അതിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ. ആൻഡ് ഇതിൽ ഈ സോങ്സിലൂടെയാണ് ലോക്കൽ ലെജൻഡ്സ്, മിത്തോളജി, കമ്മ്യൂണിറ്റി ഹിസ്റ്ററി ഒക്കെ പ്രിസർവ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വടക്കൻ പാട്ട് അല്ലെങ്കിൽ നോർത്തേൺ ബാലൻസ്. അപ്പം നോർത്തേൺ റീജിയൻ, അതായത് മലബാർ ഭാഗങ്ങളിലായിട്ട് അവിടുത്തെ ഹീറോയിക് സ്റ്റോറീസ്, വാറിയേഴ്സിന്റെയും ഫ്യൂഡൽ ടൈംസിന്റെയും ഒക്കെ ഹീറോയിക് സ്റ്റോറീസ് പാടുന്ന സോങ് ആണ്, ഫോക്ക് സോങ് ആണ് ഈ വടക്കൻ പാട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഈ സോങ്ങിൽ പാസ്റ്റ് സോഷ്യൽ ഓർഡേഴ്സിന്റെ, ബാറ്റിൽസിന്റെ ഒക്കെ മെമ്മറി സോങ്സ് ക്യാരി ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് പുള്ളുവൻ പാട്ടാണ്. പുള്ളുവൻ പാട്ടെന്ന് പറയുമ്പോൾ പുള്ളുവൻ കമ്മ്യൂണിറ്റിയിൽ അസോസിയേറ്റ് ചെയ്ത് ഉണ്ടായ ഒരു ഫോക്ക് സോങ് ആണ്. ഇതും സർപ്പൻ ഷ്രൈൻ റിച്വൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. ഇതിൽ ഹ്യൂമൻ നേച്ചർ, ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സോങ്സിൽ വരാറുണ്ട്. ദെൻ ഭൂതപ്പാട്ട് എന്ന് പറയും. ഭൂതപ്പാട്ട് എന്ന് പറയുന്നതും ഒരു ഫോക്ക് ആർട്ട് ഫോം ആണ്. തെയ്യം, ടെമ്പിൾ ഫെസ്റ്റിവൽസ് പോലെയുള്ള ഫെസ്റ്റിവൽസിലാണ് ഈ ഒരു സോങ് പാടുന്നത്. ഇതും ഡിവോഷണൽ അല്ലെങ്കിൽ റിച്വൽ മ്യൂസിക് ആയിട്ട് നമുക്ക് എടുക്കാം. നെക്സ്റ്റ് നാടൻ പാട്ടാണ്. അപ്പോൾ നാടൻ പാട്ട് എന്ന് പറയുമ്പം ആലപ്പുഴ, കുട്ടനാട് റീജിയനിൽ പാടി വരുന്ന ഒരു സീരീസ് ഓഫ് സോങ്സിനെയാണ്, ഫോക്ക് സോങ്ങിനെയാണ് നാടൻ പാട്ട് നമ്മൾ ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ ഇത് എന്താണ്, ഫീൽഡിൽ പണി ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ നാടൻ പാട്ട് വരിക. അവിടുത്തെ ലോക്കൽസ്, അവരുടെ ടെയിൽസും അവിടുത്തെ ലാൻഡിലുള്ള ആൾക്കാരെ കുറിച്ചും അവരെയൊക്കെ കുറിച്ച് പാടുന്നതാണ് ഈ നാടൻ പാട്ട്. ഇതിൽ സോങ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്, ലൂസിഡ് ആണ് ആൻഡ് ഹൈലി എക്സ്പ്രസീവ് ആണ്. അപ്പോൾ ഈ കഷ്ടപ്പെടുന്ന പണിക്കാർ, പെസൻസ്, അവരുടെ ആ ഒരു ബുദ്ധിമുട്ട്, ആ ജോലി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും അവരുടെ ഡെയിലി ലൈഫിലെ ബുദ്ധിമുട്ടൊക്കെ മറക്കാനായിട്ട് പാടുന്ന ഒരു പാട്ടാണ് ഈ നാടൻ പാട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇവർ ഈ പാട്ടുകൾ ജനറേഷൻ ടു ജനറേഷൻ പാസ് ചെയ്യുന്നത് ഓറലിയാണ്. അവർ പാടിയാണ് അവർ പറയുന്നത്, അല്ലാതെ റിട്ടൺ ഫോം ആയിട്ടൊന്നും എവിടെയും നാടൻ പാട്ട് എഴുതി വെച്ചിട്ടില്ല. ഈ ഓറലി ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലിംഗ്വിസ്റ്റിക് ചേഞ്ചസ് എപ്പോഴും കാണും. പുതിയ ആൾക്കാർ പാടുമ്പോൾ പുതിയ പുതിയ വേർഡ്സ് അതിലോട്ട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ഈ നാടൻ പാട്ടിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഞാറ്റുപാട്ട്. ഞാറ്റുപാട്ട് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ വർക്ക് സോങ് ആണ്. ഇത് സീഡ്സ് പ്ലാന്റ് ചെയ്യുമ്പോൾ, പാഡി ഫീൽഡ്സിൽ സീഡ്സ് പ്ലാന്റ് ചെയ്യുമ്പോൾ ഉള്ള പാട്ടാണ്.
ഇതും എന്താണ് ലേബറിന്റെ കോണ്ടെക്സ്റ്റിൽ പ്രസന്റ് ചെയ്യുന്നൊരു അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നൊരു സോങ് ആണ്. ദെൻ വഞ്ചിപ്പാട്ട് വളരെ കോമൺ ആണ്. വള്ളംകളി ടൈമിൽ പാടുന്ന ബോട്ട്മെൻ പാടുന്ന സോങ് ആണ് വഞ്ചിപ്പാട്ട്. അതുകൊണ്ട് തന്നെ ബോട്ട് സോങ്സ് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ തുഴയുന്നതിനനുസരിച്ച് ഒരു റിതം കീപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു വഞ്ചിപ്പാട്ട് പാടുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൊയ്ത്തുപാട്ട്, ഹാർവെസ്റ്റ് സോങ് എന്ന് പറയും. കൊയ്ത്ത് നടത്തുന്ന സമയത്ത് ഫാമേഴ്സ് പാടുന്ന സോങ്സ് ആണ് കൊയ്ത്തുപാട്ട് എന്ന് പറയുന്നത്. ഇതിലും അവരുടെ സ്റ്റോറീസും അതുപോലെ തന്നെ അവരുടെ ഹാർവെസ്റ്റിന്റെ ആ സന്തോഷവും യൂണിറ്റിയൊക്കെയാണ് അവരുടെ ആ ഒരു കൊയ്ത്തുപാട്ടിൽ കാണുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പോപ്പുലർ മ്യൂസിക് ആണ്. പോപ്പുലർ മ്യൂസിക് എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ അറിയാം ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലാസിക്കൽ, ഫോക്ക്, ഇതൊക്കെ ഈ സോങ്സ് എല്ലാം വളരെ റിച്ച് ആൻഡ് ഡൈവേഴ്സ് ആയിരുന്നു കേരളത്തിൽ. ആൻഡ് പോപ്പുലർ മ്യൂസിക് എടുക്കുമ്പോഴും ഈ കാലത്തിന്റെ ചേഞ്ച് അനുസരിച്ച്, സോഷ്യൽ ചേഞ്ച്, കൾച്ചറൽ ഫ്യൂഷൻ, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് അനുസരിച്ച് പോപ്പുലർ മ്യൂസിക്കും വളരെയധികം നമ്മുടെ കേരളത്തിൽ ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള പോപ്പുലർ മ്യൂസിക് ഫോംസ് എന്ന് പറയുന്നത് ഫിലിം സോങ്സ്, ലൈറ്റ് മ്യൂസിക്, ഫോക്ക് ആൻഡ് ഡിവോഷണൽ സോങ്സ്, ഇൻഡിപെൻഡന്റ് ആൻഡ് കണ്ടംപററി മ്യൂസിക്, ഹിപ്പ് ഹോപ്പ് ആൻഡ് റാപ്പ്, ഇതൊക്കെയാണ് പോപ്പുലർ മ്യൂസിക്കിൽ ഉൾപ്പെടുന്ന മ്യൂസിക് ഫോംസ്. അതിൽ നമുക്ക് ഫസ്റ്റ് ഫിലിം മ്യൂസിക് നോക്കാം. അപ്പോൾ ഫിലിം മ്യൂസിക് ആണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മ്യൂസിക്. ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്ന 1950s ആൻഡ് ഇപ്പോഴും മ്യൂസിക് സീനിൽ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഫോമാണ് ഈ ഫിലിം മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഫൗണ്ടേഷൻ ഇട്ടത് ലെജൻഡറി കമ്പോസേഴ്സ് ആയിട്ടുള്ള ജി ദേവരാജൻ, MS ബാബുരാജ്, ജോൺസൺ മാസ്റ്റർ, ഇങ്ങനെയുള്ള ലെജൻസ് ആണ് ഈ ഒരു ഫിലിം മ്യൂസിക്കിനൊരു ഒരു ബേസ് ഇട്ടത്. ആൻഡ് ലേറ്റർ രവീന്ദ്രൻ, ഇളയരാജ, AR റഹ്മാൻ, M ജയചന്ദ്രൻ പോലെയുള്ള റൈറ്റേഴ്സ് ന്യൂ സ്റ്റൈൽസ്, മോഡേൺ ഓർക്കസ്ട്രയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ഇപ്പൊ നമ്മൾ മോഡേൺ കമ്പോസേഴ്സ് എടുക്കുകയാണെങ്കിൽ ഷാൻ റഹ്മാൻ, ഗോപി സുന്ദർ, ഇങ്ങനെയുള്ള കമ്പോസേഴ്സ് ഉണ്ട്. അവർ കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള പോപ്പ്, റോക്ക് ആൻഡ് ഇലക്ട്രോണിക് ബീറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവര് ഈ ഫിലിം മ്യൂസിക്കിൽ തന്നെ ക്ലാസിക്കൽ രാഗാസും അതുപോലെ തന്നെ മോഡേൺ ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്ത് ആ ഒരു മ്യൂസിക്കിന്റെ ആ ഒരു ഒരു സ്പെഷ്യൽ എലിമെന്റ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലൈറ്റ് മ്യൂസിക് ആണ്. ലൈറ്റ് മ്യൂസിക്കും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഫോമാണ്. വളരെ മെലോഡിയസ് ആയിട്ട് സെമി ക്ലാസിക്കൽ സോങ്സ് ആണ്. മലയാളത്തിൽ ഒരുപാട് ലൈറ്റ് മ്യൂസിക്സ് ഉണ്ട്. ആൻഡ് ഇത് പാടിയിരിക്കുന്നത് യേശുദാസ്, ചിത്ര, വാണി ജയറാം ഇതുപോലെയുള്ള സിംഗേഴ്സ് ആണ് ഈ ഒരു ജോണറിനെ പോപ്പുലറൈസ് ചെയ്തത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോക്ക് ആൻഡ് ഡിവോഷണൽ സോങ്. അപ്പൊ കേരളയുടെ പോപ്പുലർ മ്യൂസിക് എടുക്കുമ്പോൾ ഇപ്പോഴും ഫോക്ക് സോങ്സിനും ഡിവോഷണൽ സോങ്സിനും വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ നാടൻ പാട്ട്, മാപ്പിളപ്പാട്ട്, ബോട്ട് സോങ്സ്, വഞ്ചിപ്പാട്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സോങ്സ് ആണ്. ആൻഡ് ഡിവോഷണൽ സോങ്, അതായത് ഓരോ റിലീജിയൻ, ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിവോഷണൽ സോങ്സും കേൾക്കാനായിട്ട് ഒരുപാട് ഓഡിയൻസ് അവിടെ ഉണ്ട്. യൂട്യൂബിലൂടെയും മറ്റ് മ്യൂസിക് ആപ്സിലൂടെയും ഡിവോഷണൽ സോങ്സും വളരെ പോപ്പുലർ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കണ്ടംപററി മ്യൂസിക് ആണ്. അതായത് ഇൻഡിപെൻഡന്റ് ആൻഡ് കണ്ടംപററി മ്യൂസിക് നമ്മുടെ മ്യൂസിക് സീനെ ഒരുപാട് ചേഞ്ച് ചെയ്തു. അതായത് യൂട്യൂബ്, സ്പോട്ടിഫൈ പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ ഒരുപാട് പുതിയ ഇൻഡിപെൻഡന്റ് ആൻഡ് കണ്ടംപററി മ്യൂസിക്, ന്യൂ ടൈപ്പ് ഓഫ് മ്യൂസിക് പുറത്തോട്ട് വരുന്നുണ്ട്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് റെക്സ് വിജയൻ, നേഹ നായർ, ജോബ് കുര്യൻ, തൈക്കുണ്ടും ബ്രിഡ്ജ് പോലെയുള്ള ബാൻഡ്സ്. ആൻഡ് ഇവരുടെയൊക്കെ മ്യൂസിക് എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ മ്യൂസിക്കും ഇന്ത്യൻ റിതംസും കൂടെ ഫ്യൂഷൻ ചെയ്തുണ്ടാക്കുന്ന മ്യൂസിക്കാണ് ഈ കണ്ടംപററി മ്യൂസിക്കിന്റെ പ്രത്യേകത. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹിപ്പ് ഹോപ്പ് ആൻഡ് റാപ്പ്. അപ്പൊ ഈ ന്യൂ ഏജിലേക്ക് ഒരു എക്സ്പെരിമെന്റൽ വർക്ക് ആയിട്ടാണ് ഈ പോപ്പ് മ്യൂസിക് അല്ലെങ്കിൽ ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ റാപ്പ് എന്ന് പറയുന്ന മ്യൂസിക് വരുന്നത്. ഇതെന്ന് പറയുന്ന മലയാളം ലിറിക്സ് ഇംഗ്ലീഷോ തമിഴോ വേറെ ഏതെങ്കിലും ലാംഗ്വേജോ ആയിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ടൈപ്സ് ഓഫ് മ്യൂസിക് വരിക. അപ്പൊ ഇതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഫെജോ, സ്ട്രീറ്റ് അക്കാഡമിക്സ്, തിരുമാലി, വേടൻ, ഇവരൊക്കെ കേരള വൈബ്രന്റ് റാപ്പ് കൾച്ചറിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇവർ ഇതിൽ കൂടെ തന്നെ അവരുടെ സോഷ്യൽ ഇഷ്യൂസ്, യൂത്തിന്റെ എക്സ്പീരിയൻസ്, കൾച്ചറൽ പ്രൈഡ്, ഇതൊക്കെയാണ് ഈ ഒരു ഹിപ്പ് ഹോപ്പ് അല്ലെങ്കിൽ റാപ്പ് സോങ്സിൽ തീംസ് ആയിട്ട് വരുന്നത്.